Hi everyone, welcome to Neo Home Tuitions. സുഖല്ലേ എല്ലാവർക്കും? Okay. Yes, I'm fine. Thank you. Okay. ഓർമ്മയുണ്ട് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻ. Yes, I remember that. അപ്പൊ എല്ലാരും ഭയങ്കര ഈഗർ ആണല്ലേ ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. Okay. Good. എനിക്ക് നിങ്ങളുടെ ആ ഒരു സ്പിരിറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. So I love that. So keep it up. Keep moving like this. You have to build an interest to learn maths. എന്നാൽ മാത്രമേ മാത്സ് പഠിക്കാൻ പറ്റുള്ളൂ. Okay. Then. So this was the question which I had given as a homework, which is based on the rationalization method. Is it? Okay. അപ്പൊ ഇതിന്റെ എന്താണ് എങ്ങനെയാണ് ആൻസർ കിട്ടിയത്? ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും. Okay then. Okay. I know that. So we will just discuss about it. Okay. So ഞാൻ ഇവിടെ അന്ന് തന്നെ പറഞ്ഞ ഒരു ചെറിയ ഹിന്റ് തന്നു നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു രണ്ട് കോംപ്ലക്സ് ടേംസ് ഉണ്ട്, ഒന്ന് ന്യൂമറേറ്ററിലും ഒന്ന് ഡിനോമിനേറ്ററിലും. സോ രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? റാഷണലൈസ് ചെയ്യണം. അതിന്റെ രണ്ടിന്റെയും കോൺജുഗേറ്റ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വി ആർ ഗോയിങ് ടു റാഷണലൈസ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. അപ്പോൾ രണ്ട് ടേംസ് നമ്മളുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും റാഷണലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നമുക്ക് കാണാം. ഇപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക് ചെയ്ത് ശരിയാണോ അല്ലയോ. ക്ലിയർ ആയോ? ന്യൂമറേറ്ററിന്റെ കോൺജുഗേറ്റിനെ ന്യൂമറേറ്ററിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് എ പ്ലസ് 2x മൈനസ് റൂട്ട് 3x ന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എ പ്ലസ് 2x പ്ലസ് റൂട്ട് 3x അല്ലേ? സോ ആ കോൺജുഗേറ്റ് നമ്മൾ ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു, ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. ക്ലിയർ ആയോ? ഇനി അടുത്ത ഡിനോമിനേറ്റർ, ഈ ഡിനോമിനേറ്റർ ടേമിന്റെ കോൺജുഗേറ്റ് എടുക്കുക. അപ്പൊ അതിന്റെ കോൺജുഗേറ്റ് എന്താ വരുന്നത്? റൂട്ട് ഓഫ് 3a പ്ലസ് എക്സ് പ്ലസ് 2 റൂട്ട് എക്സ്. അതല്ലേ ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. സോ അതിനും എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു, അതേപോലെ ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ ആയോ? ഇത്രേ ചെയ്തിട്ടുള്ളൂ. ചെയ്തോ? whether you have got this step? ഓക്കെ, വെരി ഗുഡ്. കിട്ടാത്തവര് വിഷമിക്കൊന്നും വേണ്ട. ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരാം. ഒരു പ്രോബ്ലം അല്ലേ നമ്മൾ ഈ മെത്തേഡിൽ ചെയ്തിട്ടുള്ളൂ. സോ അതിൻ്റെതായ കൺഫ്യൂഷൻസ് ഉണ്ടാവും. സോ ലീവ് ഇറ്റ്. ഇനി നമുക്ക് ഫർദർ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഈ മെത്തേഡിലോട്ട് പോവാം. കിട്ടിയവരും ശ്രദ്ധിക്കുക, കിട്ടാത്തവരും ശ്രദ്ധിക്കുക ഇവിടെ. ഓക്കെ, സോ നമുക്ക് ഇനി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ റൂട്ട് ഓഫ് എ പ്ലസ് 2x മൈനസ് ഇവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പൊ ഈ രണ്ട് ടേമും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വരും? എ പ്ലസ് 2x മൈനസ് 3x എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടേം കിട്ടും. ക്ലിയർ ആയോ? അതേപോലെ ബാക്കിയുള്ള ഈ ഒരു റിമൈനിങ് ടേം അതുപോലെ തന്നെ അവിടെ എഴുതി, അതിൽ മൾട്ടിപ്ലൈ ചെയ്യാനൊന്നുമില്ല. സോ അതുകൊണ്ട് ആ ടേം അതുപോലെ തന്നെ ന്യൂമറേറ്ററിൽ എഴുതി. അതുപോലെ തന്നെ അടുത്ത ഡിനോമിനേറ്റർ എടുക്കുന്ന സമയത്ത് ഈ റൂട്ട് ഓഫ് 3a പ്ലസ് എക്സ് മൈനസ് 2 റൂട്ട് എക്സ് ഇൻറ്റു ഈ ടേം. ഓക്കെ, അതായത് 3 റൂട്ട് ഓഫ് 3a പ്ലസ് എക്സ് പ്ലസ് 2 റൂട്ട് എക്സ്, ഇത് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള ഫോം ആണ്. അപ്പൊ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? 3a പ്ലസ് എക്സ് മൈനസ് എന്താണ് വരിക? 2 റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ. യെസ്, 2 റൂട്ട് എക്സ്. ഇവിടെ മാത്രം ഒരു കാര്യം ശ്രദ്ധിക്കണം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. എ സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് റൂട്ട് ഓഫ് 3a പ്ലസ് എക്സിന്റെ റൂട്ട് പോകും, 3a പ്ലസ് എക്സ് തന്നെ കിട്ടും. സെക്കൻഡ് ടേം ആയിട്ടുള്ള അതായത് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 റൂട്ട് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ ഈ റൂട്ട് ഉള്ളത് റൂട്ട് പോകും, അതായത് റൂട്ട് എക്സ് എന്നുള്ള ടേമില് റൂട്ട് പോകും. പക്ഷെ ഈ 2 എന്ത് സംഭവിക്കും? സ്ക്വയർ ചെയ്യുമ്പോൾ 4 ആവും. അങ്ങനെയാണ് 4x എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? റൂട്ട് ഉള്ള ടേമിന്റെ റൂട്ട് പോകും, അല്ലാത്ത കോൺസ്റ്റന്റ് ടേമിന് സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 2 സ്ക്വയർ 4 ആവും അല്ലെ? ഇവിടെ സ്ക്വയർ അല്ലേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ ബാക്കിയുള്ളത് ഈ ഒരു ടേം റൂട്ട് ഓഫ് എ പ്ലസ് 2x പ്ലസ് റൂട്ട് 3x എന്ന് പറയുന്നത് അതുപോലെ തന്നെ എഴുതുക അവിടെ. ഓക്കെ, ഇനി അടുത്തത് എന്താ ചെയ്തിരിക്കുന്നത്? ഇതിനെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എ പ്ലസ് 2x മൈനസ് 3x എന്ന് പറയുന്നത് എന്താണ്? 1x. 1x എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി x അല്ലെ? അപ്പൊ a മൈനസ് എക്സ് ആൻഡ് റൈറ്റ് ദിസ് ടേം ആസ് ഇറ്റ് ഈസ്. അതിലൊരു ചേഞ്ചും വരുത്താനില്ല, അത് അങ്ങനെ തന്നെ എഴുതിക്കോളൂ. ആൻഡ് കമ്മിങ് ടു ദ ഡിനോമിനേറ്റർ പാർട്ട്, 3a x മൈനസ് 4x എന്ന് പറയുന്നത് x മൈനസ് 4x എന്താവും? മൈനസ് 3x.
സോ അതവിടെ എഴുതി. ബാക്കി ഈ ഒരു ടേം ജസ്റ്റ് റൈറ്റ് ആസ് ഇറ്റ് ഈസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എക്സ്. ന്യൂമറേറ്റർ പാർട്ട് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് ഇവിടെ, അതിൽ വലിയൊരു മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഡിനോമിനേറ്റർ പാർട്ടിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ. ഡിനോമിനേറ്റർ പാർട്ടിൽ 3a മൈനസ് 3x, ഇതിന് എന്ത് കോമൺ ആയിട്ട് എടുക്കാം? എന്താണ് കോമൺ ആയിട്ട്? വിച്ച് ഇസ് ദ കോമൺ ടേം ദാറ്റ് വി ക്യാൻ ജസ്റ്റ് ടേക്ക് ഔട്ട് സൈഡ്? 3 അല്ലെ? അപ്പൊ 3 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ബാക്കി എന്ത് വരും? 3 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ബാക്കി എന്ത് വരും? a മൈനസ് എക്സ് അല്ലെ? അപ്പൊ ഇങ്ങനെ വരും. ബാക്കിയുള്ള ടേംസ് ഒക്കെ വി ആർ ജസ്റ്റ് റൈറ്റിംഗ് ആസ് ഇറ്റ് ഈസ്. അവിടെ അതിലൊന്നും നമുക്ക് സിംപ്ലിഫിക്കേഷൻസ് ചെയ്യാനില്ല, അതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതിക്കോളൂ. എന്നിട്ട് ഇവിടെ അപ്പൊ എന്ത് സംഭവിക്കും? a മൈനസ് എക്സും ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി എന്തേ വരുള്ളൂ? റൂട്ട് ഓഫ് 3a plus x plus 2 root x in whole divided by 3 into root of a plus 2x plus root 3x എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടേംസ് ഉണ്ടാവും. അതിലെ ലിമിറ്റ് നമുക്ക് ഇനി ഇതിൽ ഫർദർ സിംപ്ലിഫിക്കേഷൻ ചെയ്യാനുണ്ടോ? No, it is not possible to do the further simplifications. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ലിമിറ്റ് പോയിന്റ് ആയിട്ടുള്ള a എന്ന് പറയുന്നത് എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ ന്യൂമറേറ്ററിൽ എന്താണ്? 3a പ്ലസ് a എന്നാവും ആൻഡ് പ്ലസ് 2 റൂട്ട് a എന്ന് വരും. അതേപോലെ ഹോൾ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു എന്ത് സംഭവിക്കും? റൂട്ട് ഓഫ് a plus 2a plus root 3a എന്ന് പറഞ്ഞിട്ട് വരും അല്ലേ? ഇങ്ങനെയല്ലേ വരുന്നത്? സോ ഇതിൽ എന്താണ്? റൂട്ട് 3a plus a എന്ന് പറയുന്നത് എന്താവും? റൂട്ട് 4a. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ 2 റൂട്ട് a എന്നുള്ളത് അത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് വെൻ കമ്മിങ് ടു ദ ഡിനോമിനേറ്റർ പാർട്ട് a plus 2a എന്ന് പറയുന്നത് എന്താണ്? 3a. അപ്പൊ റൂട്ട് 3a അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ 3 കോൺസ്റ്റന്റ്, സോ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ആൻഡ് പ്ലസ് റൂട്ട് 3a എന്ന് പറയുന്നതും അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനെ പ്ലസ് ചെയ്യാം നിങ്ങൾക്ക് അല്ലെ? പ്ലസ് ചെയ്യാലോ. ഇതില് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ പറഞ്ഞാൽ ഈ ന്യൂമറേറ്റർ പാർട്ടില് റൂട്ട് 4a എന്ന് പറഞ്ഞാൽ റൂട്ട് 4നെ റൂട്ടിൽ പുറത്തേക്ക് എടുക്കാലോ അല്ലെ? റൂട്ട് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, 2 അല്ലെ? അപ്പൊ 2 റൂട്ട് a എന്ന് പറഞ്ഞിട്ട് വരും അല്ലെ? 2 റൂട്ട് a പ്ലസ് 2 റൂട്ട് a ഹോൾ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ഡിനോമിനേറ്റർ പാർട്ട് എത്ര പ്രാവശ്യം ഉണ്ട് ഇവിടെ? റൂട്ട് 3a പ്ലസ് റൂട്ട് 3a അല്ലെ? ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതില് 2 പ്ലസ് 2 എന്ത് വരും? 4 റൂട്ട് a അല്ലെ? അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ബാക്കി ഇവിടെയുള്ള 3 അത് അങ്ങനെ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആൻഡ് റൂട്ട് 3a പ്ലസ് റൂട്ട് 3a എന്താ? 6ഓ? നോ, x പ്ലസ് x എന്താ? 2x അല്ലെ? അപ്പൊ ഈ രണ്ട് ഒരേ ടേംസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? യെസ്, 2 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? റൂട്ട് 3a അല്ലേ? 2 ഇൻറ്റു റൂട്ട് 3 ഇൻറ്റു a. റൂട്ട് 3a എന്ന് ഒരുമിച്ച് എഴുതാം, ഇല്ലെങ്കിൽ റൂട്ട് 3 ഇൻറ്റു റൂട്ട് a എന്ന് പറഞ്ഞിട്ടും എഴുതാം. ഇസ് ഇറ്റ് ക്ലിയർ? സോ അതാണ് ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വന്നിട്ടുള്ളത്. ഇനി ഇതിൽ എന്ത് ചെയ്യാം? 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ 2 എന്ന് പറഞ്ഞിട്ട് വരും. 2 അതേപോലെ ഈ റൂട്ട് എയും തമ്മിൽ ക്യാൻസൽ ചെയ്യും. അപ്പൊ ബാക്കി ബാലൻസ് ദ റിമൈനിങ് തിങ്സ് ആർ ന്യൂമറേറ്ററിൽ the 2 term is remaining, that is 2 by, and in the denominator it is 3 into root 3. So the final answer is 2 by 3 into root 3. Is there anyone with the correct answers? Okay, ഞാനത് കൂടുതൽ ചോദിക്കുന്നില്ല. ചിലപ്പോൾ ഇടയിൽ എവിടെയെങ്കിലും സ്റ്റെപ്സിൽ കുറെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. അതായത് സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോഴോ റൂട്ടിന്റെ ടേംസ് ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. സോ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? ക്ലിയർ ആയില്ലേ? യെസ്. സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് വരാം. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട്സ് ഫീൽ ചെയ്യില്ല. when you are doing this question by yourself, that is by practicing by yourself, you will be having sometimes you will be having doubts. സോ ആ സമയത്ത് എന്ത് ചെയ്യുക? എൻ്റെ അടുത്ത് ക്ലിയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിലോ അല്ലെങ്കിൽ കമന്റ്സ് വൈസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. ഫോർ ദ നെക്സ്റ്റ് ക്ലാസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് 25 മൈനസ് എക്സ് സ്ക്വയർ.
ഇതാണ് നമ്മുടെ given part. Okay, f of x equal to minus root of 25 minus x square എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണിക്കേണ്ടത്, അതായത് ഷോ ചെയ്യേണ്ട, പ്രൂവ് ചെയ്യേണ്ട പാർട്ട് എന്ന് പറയുന്നത്, that is you have to show that limit x tends to 1 f of x minus f of 1 whole divided by x minus 1 is equal to 1 by root of 24. അതായത് ഈ LHS പാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടണം? 1 by root 24 എന്ന് കിട്ടണം. അതിന് നമുക്ക് ആകെ തന്നിട്ടുള്ള ഒരു ഹിന്റ് എന്ന് പറയുന്നത് f of x is equal to minus root of 25 minus x square. Okay, so നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ എനിക്ക് തോന്നുന്നു ഇത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ജസ്റ്റ് ഗിവ് എ ട്രൈ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, കിട്ടിയില്ലേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഓക്കെ ദെൻ. ഓക്കെ, താങ്ക് യു, bye and see you.